അങ്ങനെയൊന്നും മറക്കാനാവുകയില്ല. കാരണം ശിവസേന മഹാരാഷ്ട്രയിൽ അഴിച്ചുവിട്ട കലാപം, ആ കലാപത്തിൽ എത്രയോ നിരപരാധികളാണ് വേട്ടയാടപ്പെട്ടത്, എത്രയോ മുസ്ലിങ്ങളാണ്. ഇന്ന് അധികാരത്തിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ ശിവസേന BJPയോട് നോ പറയുന്ന ഒരു സ്ഥിതിഗതിയിൽ എന്തുകൊണ്ടാണ് NCPയും കോൺഗ്രസും ശിവസേനയ്ക്ക് കൈകൊടുക്കാൻ മടി കാണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഹാരാഷ്ട്രയിൽ അന്ന് ശിവസേന അഴിച്ചുവിട്ട കലാപം തന്നെയാണ് അതിൻ്റെ കാരണം. ഹിന്ദുത്വവാദം തന്നെയാണ് അതിൻ്റെ കാരണം. ഒരു സുപ്രഭാത നിമിഷത്തിൽ NCPയുടെ ശരത് പവാർ അംഗീകരിക്കാമെന്ന് പറഞ്ഞ് രംഗത്ത് വരികയും പിന്നീട് അദ്ദേഹം തന്നെ അത് തിരുത്തി പറയാൻ തയ്യാറായതും ശിവസേനയുടെ പഴയകാല ആ സ്വഭാവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. അതങ്ങനെ മറക്കാൻ മഹാരാഷ്ട്രയിലെ ന്യൂനപക്ഷങ്ങൾക്ക് സാധിക്കുകയില്ല. അത്രത്തോളം മൃഗീയമായിരുന്നു ആ സംഭവ വികാസങ്ങൾ. അതിൻ്റെ നീറ്റലൊന്നും ഇപ്പോഴും പലരുടെയും ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. അതായിരിക്കാം പലപ്പോഴും കോൺഗ്രസിനും NCPക്കുമൊക്കെ പല രീതികളിൽ വോട്ട് ബാങ്കുകളായി കടന്നു വരുന്നത്. ഇതൊക്കെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ സോണിയാഗാന്ധി ശിവസേനയുമായിട്ട് ഒരു സഖ്യവും വേണ്ട എന്ന് തുറന്നു പറയാൻ തയ്യാറായി മുന്നോട്ട് വന്നത്. ശിവസേനയുമായി സഖ്യം ചേർന്ന് കഴിഞ്ഞാൽ പല രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള നേർസാക്ഷ്യം അവർ തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ശിവസേനയോട് നോ പറയാൻ സോണിയാഗാന്ധി തയ്യാറായത്. മുസ്ലിം വോട്ട് ബാങ്കുകളൊക്കെ ശക്തമായ രീതിയിൽ തിരിച്ചടി നൽകുമെന്നുള്ള യഥാർത്ഥ വിശ്വാസം തന്നെയാണ് NCPയും അതുപോലെ തന്നെ കോൺഗ്രസും ശിവസേനയോട് നോ പറഞ്ഞ് ഇത്രത്തോളം ശക്തമായ രീതിയിൽ മുന്നോട്ട് വരാൻ തയ്യാറായതും. അതുകൊണ്ട് ശിവസേനയുമായി സഖ്യത്തിൽ ഏർപ്പെട്ടാൽ എന്തുകൊണ്ടും വലിയ തിരിച്ചടികൾ ഇനിയുള്ള തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസും NCPയും നേരിടേണ്ടി വരും. അതിനാൽ തന്നെ ഇപ്പോഴുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാമെന്ന് പറഞ്ഞ് ശക്തമായ പ്രതിപക്ഷമാകാം എന്ന് പറഞ്ഞ് NCPയുടെ അധ്യക്ഷൻ ശരത് പവാർ രംഗത്ത് വന്നതും ഇതിനെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. സോണിയാഗാന്ധി ഈ വിഷയത്തിൽ ആദ്യം തന്നെ നോ എന്ന നിലപാടെടുത്തതും മുസ്ലിം വോട്ട് ബാങ്കുകൾ കൈവിട്ടു പോകുമെന്നുള്ള ഒരു ഭയം കൊണ്ട് മാത്രമാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അണങ്കൂർ, കാസർഗോഡ്.